വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഇന്നേ ദിവസം സായാഹ്നത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ച്, ഈശോയുടെ വചനത്തെ സ്നേഹിച്ച് വിശ്രമത്തിലേക്ക് പ്രവേശിക്കാം. പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കും: അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസം വഴി നാം കാത്ത് സൂക്ഷിക്കപ്പെടുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കണം. അതിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനു വേണ്ടി നേടുവാൻ ആഗ്രഹിക്കും. നമ്മുടെ തന്നെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ എല്ലാം ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അതിനുവേണ്ടി സമ്പത്തിൻ്റെ സുരക്ഷിതത്വം നമ്മൾ കൂട്ടിവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കും. അധികാരങ്ങളുടെ സംരക്ഷണം നമ്മൾ ആഗ്രഹിക്കും. വ്യക്തികളുടെ സംരക്ഷണം നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ പലതും നമ്മുടെ സംരക്ഷണത്തിനായിട്ട്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിൻ്റെയൊക്കെ സംരക്ഷണത്തിനായി പലതും നമ്മൾ ആശ്രയിക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എപ്രകാരമാണ് കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് എന്ന് ഈശോനെ അറിഞ്ഞ വിശുദ്ധ പത്രോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധ കുരിശന്റെ അടയാളത്താലും പരിശുദ്ധാത്മാവിനാലും മാമോദീസ സ്വീകരിച്ച് ഈശോനെ അനുഗമിക്കുന്നവരായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എപ്രകാരമാണ് കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് എന്ന് വിശുദ്ധ പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ദൈവശക്തിയാൽ വിശ്വാസം വഴിയാണ്. ആരിലുള്ള വിശ്വാസം? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ കാത്തു സൂക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ നമ്മൾ സംരക്ഷണം കണ്ടെത്തേണ്ടത് നമ്മുടെ വിശ്വാസത്തിലാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സംരക്ഷണം കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഓരോ മിനിറ്റുകളിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഘോഷിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമ്മൾ ചെയ്യുവാനായിട്ട് പരിശീലിക്കണം. ജീവിതത്തിൻ്റെ ഓരോ മിനിറ്റിലും, ഓരോ പ്രഭാതങ്ങളും, ഓരോ ദിവസങ്ങളും ദൈവം നമുക്ക് ദാനമായി നൽകുകയാണ്. അപ്പോൾ ആ ദാനമായി നൽകിയിരിക്കുന്ന ഓരോ ദിവസത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഓരോ കാഴ്ചപ്പാടുകളും, ഓരോരോ വാക്കുകളും അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉള്ളതായിരിക്കണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഗാനത്തിൻ്റെ ഇരടിയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ മിനിറ്റുകളും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ചെലവഴിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നിൻ
മമതയിൽ പിറന്ന പൊന്നുണ്ണീശോയേ, എന്നേരവും സ്തുതി ആരാധന. തച്ചന്റെ മകനായി വളർന്ന ഈശോയേ, എന്നേരവും സ്തുതി ആരാധന. കന്യകാമേരി തൻ പ്രിയസുതനേശുവേ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഇന്നേ ദിവസം സായാഹ്നത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ മിനിറ്റിലും യേശുവെ അങ്ങനെയുള്ള വിശ്വാസത്തിൽ സംരക്ഷണം കണ്ടെത്തുവാൻ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ സംരക്ഷണം കണ്ടെത്തുവാൻ, പണത്തിൽ സംരക്ഷണം കണ്ടെത്താതെ, അധികാരങ്ങളിൽ സംരക്ഷണം കണ്ടെത്താതെ, വ്യക്തികളിൽ സംരക്ഷണം കണ്ടെത്താതെ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ സംരക്ഷണം കണ്ടെത്താതെ, ഈശോയെ അങ്ങയുടെ സജീവമായ സാന്നിധ്യമുള്ള ഈ വിശുദ്ധ കുർബാനയിൽ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട്, ഈശോയെ വിശുദ്ധ കുർബാനയിലെ അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തിൽ വിശ്വസിച്ച് ഓരോ മിനിറ്റിലും ജീവിക്കുവാൻ കൃപ തരണമേ. ദിവികാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സത്യമായും ജീവിക്കുന്ന ഈശോയെ, അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അങ്ങ് ദാനമായി നൽകുന്ന ഓരോ മിനിറ്റുകളും ജീവിക്കുവാനുള്ള കൃപ തരണമേ. അങ്ങയുടെ വിശ്വാസത്തിൽ, അങ്ങയുടെ വിശ്വാസത്തിൽ വളരുവാൻ കൃപ തരണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തല കുമ്പിട്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ മിനിറ്റിലും വിശുദ്ധ കുർബാനയിലുള്ള അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഈശോയെ പാപം ചെയ്യാതെ, തിന്മ ചെയ്യാതെ, ലോകത്തിൻ്റെ അരൂപിക്കനുസരിച്ച് ജീവിക്കാതെ, ജഡമോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ, ഈശോയെ അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങ് പറയുന്നത് പോലെ ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാ